സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയും പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞതാണ് ശരി. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും അവകാശവാദങ്ങളെല്ലാം തെറ്റാണ്. ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇക്കാര്യം പറയുന്നത് മറ്റാരുമല്ല, ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെയാണ്. ഫ്രാൻസിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിലാണ് ഇസ്രയേൽ ഇന്റലിജൻസ് ഇക്കാര്യങ്ങൾ തുറന്നു സമ്മതിക്കുന്നത്. അതായത് ഇസ്രയേൽ ആദ്യം നടത്തിയ ആക്രമണങ്ങളും പിന്നീട് അമേരിക്ക നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബ് ആക്രമണങ്ങളും വെറുതെയായെന്ന് അർത്ഥം. എന്തായാലും ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തായതിന്റെ ജാള്യതയിലാണ് നെതന്യാഹു, ഒപ്പം ട്രംപും. ഇസ്രയേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇസ്രയേലിനെയും അമേരിക്കയും അലോസരപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത്. അത് വിശദമായി പറയാം. ഒപ്പം എന്തിനാണ് അമേരിക്കയുടെ നിർദ്ദേശത്തെ മറികടന്ന് രഹസ്യ റിപ്പോർട്ട് ഫ്രാൻസിന് ഇസ്രയേൽ കൈമാറിയത് എന്നതും നോക്കാം. ഇറാന്റെ ആണവ പദ്ധതികൾ ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് നെതന്യാഹു ഇറാനെ ആക്രമിച്ചത്. ജൂൺ 13 രാത്രിയായിരുന്നു ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലുള്ള ആക്രമണം ഇറാന്റെ ആണവ നിലയങ്ങളായ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ഇടങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ അപ്പാടെ തകർക്കുക തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. F-35 യുദ്ധവിമാനങ്ങളും അത്യാധുനിക ചാര സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണം ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന് അടുത്ത ദിവസം തന്നെ ഇസ്രയേലിന് മനസ്സിലായിരുന്നു. ഇത് ഫ്രാൻസിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഒക്കെ അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ നിലയങ്ങളെ തകർത്തു എന്നാണ് അന്ന്. ജൂൺ 15 ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയുമായി ഇറാന്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 തുടങ്ങി. ടെൽ അവീവിലെയും ഹൈഫയിലെയും ജെറുസലേമിലെയും സൈനിക കേന്ദ്രങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അന്ന് തൊടുത്തു. വിവിധ വേഗത്തിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. വീണ്ടും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അടുത്ത ദിവസവും ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും അത് തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് ഫ്രാൻസിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ ആണവ നിലയങ്ങളുടെ സുരക്ഷ അത്രത്തോളം വലുതാണ് എന്ന് ഇസ്രയേൽ അന്ന് തിരിച്ചറിയുകയായിരുന്നു. തുടർന്നാണ് അമേരിക്കയുടെ സഹായം ഇസ്രയേൽ തേടിയത്. ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കണമെന്നാണ് ഇസ്രയേൽ ട്രംപിനോട് അഭ്യർത്ഥിച്ചത്. ഇതോടെയാണ് ജൂൺ 22 അമേരിക്ക ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാനിൽ ആക്രമണം നടത്തിയത്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ നിലയങ്ങളെ ഖത്തറിലെ അമേരിക്കൻ വ്യോമസേനാ കേന്ദ്രമായ അൽ ഉവൈസിൽ നിന്ന് പറന്നുവന്ന B-2 ബോംബർ വിമാനങ്ങൾ ആക്രമിച്ചു. 3 ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുകയും ചെയ്തു, ഇസ്രയേലിന്റെ നിർദ്ദേശം പോലെ. ഇറാന്റെ ആണവ നിലയങ്ങളെ ക്ലീൻ ആക്കിയെന്നാണ് അടുത്ത ദിവസം ട്രംപ് വീരവാദം മുഴക്കിയത്. ട്രംപിന്റെ ആ അവകാശവാദം തെറ്റായിരുന്നു എന്ന് പിന്നീട് അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി തന്നെ വെളിപ്പെടുത്തി. തുടർന്നാണ് ആ ഏജൻസിയുടെ തലവനെ ട്രംപ് പുറത്താക്കിയതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതും. എന്നാൽ DIA അന്ന് പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവെന്ന് സമ്മതിക്കുന്നതാണ് ഇസ്രയേലിന്റെ രഹസ്യ റിപ്പോർട്ട്. ഈ മാസം ആദ്യമാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം ഫ്രാൻസിന് ഇറാനിലെ ആക്രമണത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറിയത്. ഫ്രഞ്ച് പത്രം ലേമോണ്ടാണ് ഈ സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫോർദോയിലെയും നദാൻസിലെയും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും സെൻട്രിഫ്യൂജ് നിർമ്മാണ കേന്ദ്രങ്ങളും ആക്രമണത്തിലൂടെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അതിന്റെ വൻ ശേഖരം ഇറാന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത്. എന്നുവെച്ചാൽ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതികളെ ഹ്രസ്വകാലത്തേക്ക് തടയാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം. വർഷങ്ങൾ പിന്നോട്ട് അടിച്ചു എന്നുള്ള വാദം തെറ്റാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. ഒപ്പം സൗദി അറേബ്യൻ വൃത്തങ്ങളും ഇക്കാര്യങ്ങൾ തന്നെയാണ് അന്ന് വിലയിരുത്തിയത്. ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ഇറാന്റെ ശേഖരത്തിൽ ഉണ്ടെന്നാണ് ഇസ്രയേൽ ഫ്രാൻസിനെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വാതക രൂപത്തിലുള്ള 450 കിലോഗ്രാം സമ്പുഷ്ടീകരണ യുറേനിയം ഇറാന്റെ ശേഖരത്തിൽ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ആക്രമണം മുൻകൂട്ടി അറിഞ്ഞ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം വൻതോതിൽ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന അന്ന് വന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലും ഈ രഹസ്യ റിപ്പോർട്ടിലൂടെ ഫ്രാൻസിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിലൂടെ സമ്മതിക്കുന്നത്. പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെ എല്ലാം ഇസ്രയേൽ വകവരുത്തിയിട്ടും അതുകൊണ്ടൊന്നും ഇറാന്റെ ആണവ ശക്തി കുറഞ്ഞിട്ടില്ല എന്ന് ഫ്രാൻസിന് നൽകിയ റിപ്പോർട്ടിൽ ഇസ്രയേൽ
എടുത്തു പറയുന്നുണ്ട്. ഇറാൻ ശാസ്ത്രജ്ഞർ അറിവിലൂടെ നേടിയതാണ് ആണവ പദ്ധതികളെന്നും ശാസ്ത്രജ്ഞരെ കൊന്നതുകൊണ്ടൊന്നും ആ അറിവ് അവസാനിക്കില്ല എന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞതിനെ ഇതുമായി കൂട്ടി വായിക്കാം എന്ന് തോന്നുന്നു. അതായത് ഇറാൻ നേടുന്ന ആണവ അറിവുകൾ ശാസ്ത്രജ്ഞരിൽ ഒതുങ്ങാതെ അത് പൊതു ഡേറ്റയായി മാറുന്നു എന്നുള്ളതാണ് പെഷഷ്കിയാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവശക്തി മനുഷ്യരെ ഇല്ലാതാക്കിയതുകൊണ്ട്, അതായത് ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കിയതുകൊണ്ട് തകരില്ല എന്നാണ് ഇറാൻ ഭരണാധികാരി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് ആർക്കും വിവരം നൽകരുത് എന്നായിരുന്നു അമേരിക്ക ഇസ്രയേലിന് നൽകിയ നിർദ്ദേശം. യൂറോപ്യൻ സഖ്യരാജ്യങ്ങൾക്ക് പോലും വിവരങ്ങൾ നൽകരുത് എന്നായിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ യുദ്ധശേഷം ഇസ്രയേലിനോട് നിർദ്ദേശിച്ചത്. എന്നാൽ ഈ നിർദ്ദേശം മറികടന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം ഫ്രാൻസിന് വിവരങ്ങൾ നൽകിയതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച ശേഷം ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും ഇറാൻ നൽകുന്നില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഇറാൻ സഹകരിക്കുന്നുമില്ല. മാത്രമല്ല, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാത്ത സ്ഥിതിയുണ്ട്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യസ്ത നിലപാട് കാരണമാണ് അമേരിക്കൻ ഏജൻസികൾ യൂറോപ്യൻ രാജ്യങ്ങളോട് സഹകരിക്കാത്തത്. മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന് വിവരങ്ങൾ ചോർത്തുമോ എന്നും ട്രംപ് ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. അതും വിവരങ്ങൾ കൈമാറാത്തതിന് ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഇസ്രയേൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇറാനുമായുള്ള ചർച്ചകൾ ഈ വിവരങ്ങൾ വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്രാൻസിനും സഖ്യകക്ഷികൾക്കും കഴിയും. അതിനുവേണ്ടി തന്നെയാണ് ഇസ്രയേൽ അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചും രഹസ്യ വിവരങ്ങൾ ഫ്രാൻസിന് നൽകിയത്. പക്ഷേ ആ വിവരങ്ങൾ പുറത്തു വന്നതിൽ നെതന്യാഹു അതൃപ്തനാണ്. അതായത് രഹസ്യ വിവരങ്ങൾ ഫ്രാൻസിന് നൽകി, പക്ഷെ ആ വിവരങ്ങൾ പുറത്തേക്ക് വന്നതിൽ നെതന്യാഹു അതൃപ്തനാണ്. ഇറാന്റെ ആണവശക്തിക്ക് കരുത്ത് ചോർന്നില്ല എന്നത് ലോകം അറിയുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. മാത്രമല്ല, ഇറാനെ ആക്രമിച്ചതിന് ഇസ്രയേലിൽ നിന്നും വലിയ വിമർശനമാണ് നെതന്യാഹു അന്ന് കേട്ടത്. ചരിത്രത്തിൽ ഇല്ലാത്ത തിരിച്ചടിയാണ് ഇറാനെ ആക്രമിച്ചതിലൂടെ ഇസ്രയേലിന് കിട്ടിയത്. നിരവധി പേർ മരിക്കുകയും വീടുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ഇസ്രയേലിന്റെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഇറാന്റെ ബോംബുകൾ വന്ന് പതിക്കുന്നത് എല്ലാം ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. ഇതെല്ലാം ഈ വിവരം പുറത്തു വന്നതിൽ നെതന്യാഹുവിന്റെ നാണക്കേടും പ്രതിസന്ധിയുമാണ്. മറ്റൊരു പ്രശ്നം, ഇക്കാര്യത്തിൽ ട്രംപിനോട് നെതന്യാഹു മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മറ്റു പല കാര്യങ്ങൾ എന്നതുപോലെ ആണവ നിലയത്തിലേക്ക് നേർക്ക് വന്ന അല്ലെങ്കിൽ ആണവ നിലയം ആക്രമിച്ച കാര്യത്തിലും ഇറാൻ പറഞ്ഞ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇറാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രയേലും സമ്മതിച്ചിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.